അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ഈ സമ്മേളനത്തിനെല്ലാം കാരണഭൂതനായ സംപൂജ്യ സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികളുടെ അദൃശ്യമായ പദകമലങ്ങളിൽ സർവസ്വം അർപ്പിച്ചുകൊണ്ട് അധ്യക്ഷ പ്രസംഗം നടത്താൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നമ്മൾ ഉദ്ഘാടകന് നേരത്തെ പോകേണ്ടതായിട്ടുണ്ട്. നല്ലൊരു പ്രസംഗത്തിന് വേണ്ടി, എൻ്റെ അധ്യക്ഷ പ്രസംഗത്തിനല്ല, മുഖ്യപ്രാസംഗികൻ്റെ പ്രസംഗത്തിന് വേണ്ടി കാതോർത്തുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ഞാൻ ഉപദ്രവിക്കുന്നുമില്ല. കാരണം എന്നും നമ്മൾ തമ്മിൽ പ്രസംഗമില്ലെങ്കിലും ചർച്ച ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുകയാണ്. സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികളാണ് 1992 ഈ സമ്മേളനത്തിന് തുടക്കം കുറിച്ചത്. അന്നത്തെ കേരളത്തിൻ്റെ സ്ഥിതി അതിദയനീയമായിരുന്നു, നമുക്കറിയാം. പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത തിരുവിതാംകൂറിൽ പല ഭാഗത്തും ഹിന്ദു ധർമ്മത്തിൻ്റെ നേരെ അധാർമിക ശക്തികൾ അക്രമം നടത്തിക്കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടം. ശ്രീപത്മനാഭൻ്റെ ആറാട്ടുകടവിൽ അവിടെ യോജിക്കാത്ത വിധത്തിലുള്ളൊരു പോഡിയം നിർമ്മിച്ച് ഹിന്ദുധർമ്മത്തെ അപമാനിക്കണമെന്നാഗ്രഹിച്ച ചില ഛിദ്രശക്തികൾ പൂന്തറയിലും ചാലയിലും അതോടൊപ്പം മട്ടാഞ്ചേരിയിലും ആലപ്പുഴയിലും മറ്റും നടന്ന ഹിന്ദുക്കൾക്ക് നേരെയുള്ള കൊള്ളകളും കൊലകളും നേരത്തെ പറഞ്ഞതുപോലെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ, വംശഹത്യ നടത്താൻ പ്രേരണ കൊടുത്ത ചില ശക്തികളുടെ പ്രവർത്തനം ഈ സമയത്താണ് ഹിന്ദുത്വ ശക്തികൾക്കൊപ്പം നിന്നുകൊണ്ട് സധൈര്യം പോരാടാൻ ഒരു സന്യാസി ശ്രേഷ്ഠൻ മുന്നോട്ട് വന്നത് അത് സത്യാനന്ദ സരസ്വതി തിരുവടികളായിരുന്നു. ആങ്ങാമൂഴിയിലെ പ്രശ്നം പോലുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ആ സംപൂജ്യ സ്വാമിജി ആ കാലഘട്ടത്തിലാണ് ഈ സമ്മേളനത്തിന് തുടക്കം കുറിച്ചത്. പക്ഷേ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ 7 വർഷത്തിന് ശേഷം പുത്തരിക്കണ്ടം മൈതാനത്തിൽ സമ്മേളനം നിർത്തിവെക്കേണ്ടി വന്നു എന്നുള്ളതൊരു ദയനീയ അവസ്ഥയായിരുന്നു. അദ്ദേഹം സമാധിയായതിനു ശേഷം കഴിഞ്ഞ 15 വർഷമായി രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ, അതോടൊപ്പം തന്നെ യശശരീരനായ പരമേശ്വർജിയുടെയും മറ്റും പ്രേരണയുടെ ഫലമായി ഈ സമ്മേളനം ഒരു പറ്റം ചെറുപ്പക്കാരും അല്ലാത്ത ആളുകളും ചേർന്നുകൊണ്ട് ഏറ്റെടുത്തു. ഞാനൊരു കാര്യം സൂചിപ്പിക്കട്ടെ, ഞാനൊരു ഹേതു മാത്രമാണ്, ഞാനിതിൻ്റെ ഒരു സംഘാടകനല്ല. ഒരാൾ വിചാരിച്ചാൽ സംഘടിപ്പിക്കാൻ സാധിക്കില്ല, എല്ലാവരും കൂടി വിചാരിച്ചാലേ സാധിക്കൂ. വ്യക്തമായി ഞാൻ ഓർക്കുന്നു, അതിൽ അഭിമാനം കൊള്ളുന്നു, എല്ലാവരും കൂടിയിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ട് എനിക്ക് അതിലൊന്ന് അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഞാൻ എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയായിരിക്കുന്ന ഒരു സീനിയർ പ്രചാരകനെ മുൻനിർത്തിക്കൊണ്ട് പറയുകയാണ്, ഇതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിനും തന്നെയുള്ളതാണ് എന്ന് പറയാൻ ഞാൻ ഈ സമയത്ത് ആഗ്രഹിക്കുകയാണ്. കാരണം ഇന്നലെയും മിനിയാന്നും അതിൻ്റെ പിന്നിൽ ദിവസമായി 3 ദിവസം 100 വർഷത്തെ പ്രവർത്തനത്തെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിച്ചു. 3 ദിവസങ്ങളായി അതിലൊരു വെറും ധൂളി മാത്രമാണ് ഞാനും. ഒരു ധൂളി മാത്രം. സംഘം ചെയ്യുന്ന സംഘത്തിൻ്റെ സംഘസ്ഥാനിൽ നിന്ന് പുറത്തേക്ക് വന്നതിന് ശേഷം ഓരോരുത്തർക്കും, സംഘത്തിനും, സമാജത്തിനും, രാഷ്ട്രത്തിനും, ലോകത്തിനും ഗുണം കിട്ടുന്ന രീതിയിൽ എന്ത് ചെയ്യാൻ സാധിക്കുന്നോ അത് ചെയ്യണം. അതാണ് സ്വയം സേവകത്വം. ഇത് പരപ്രേരണ കൂടെ ആകരുത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ ഒരു പ്രവർത്തനം
ഞങ്ങൾ ചിലർ ഏറ്റെടുത്തു എന്ന് മാത്രമാണ് ഇതിൻ്റെ പ്രത്യേകത. അത് സംഘത്തിൻ്റെതാണ്. ഇന്ന് മറ്റൊരു സംഗതിയിലേക്ക് ഞാൻ സൂചിപ്പിക്കാൻ, ഞാൻ പറയാൻ നിശ്ചയിച്ച കാര്യങ്ങളെല്ലാം ഞാൻ മാറ്റിവെക്കുന്നു. ശ്രീപത്മനാഭ ക്ഷേത്രത്തിൻ്റെ അകത്തും പുറത്തുമായി നമ്മൾ ചില പരിപാടികളെല്ലാം നടത്തുന്നു എന്ന് ഉണ്ണികൃഷ്ണൻ മാസ്റ്ററോട് പറയുകയുണ്ടായി. ശരിയാണ്, നമ്മളെല്ലാവരും പങ്കാളികളാണ്. 501 ദിവസത്തെ പരിക്രമം ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് നേരെ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് ഞങ്ങളെപ്പോലത്തെ ചില ആൾക്കാർ ഒന്നിച്ചു ചേർന്നുകൊണ്ട് 501 ദിവസം നടത്തി പുറത്തുകൂടിയിട്ട് ഇപ്പോൾ നടക്കുന്നതും ഏറ്റവും നല്ല പരിപാടി തന്നെയാണ്. അതേപോലെ പക്ഷേ നമ്മളൊന്ന് ഓർക്കണം, ഈ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിൻ്റെ, അതായത് ആ മതിൽക്കെട്ടിൻ്റെ പുറത്താണെങ്കിൽ പോലും ക്ഷേത്രത്തിനോട് ചേർന്ന സ്ഥലത്ത് അടുത്ത കാലത്തിൻ്റെ അനിഷ്ട സംഭവം നമ്മൾ ഓർക്കേണ്ടതാണ്. പ്രതികരിച്ചോ? സ്വാമിജി ജീവിച്ചിരുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ കണ്ടാൽ ശക്തിയോടുകൂടി ആഞ്ഞടിക്കുന്ന സന്യാസിശ്രേഷ്ഠൻ്റെ, ഇന്ന് അദ്ദേഹത്തെ പോലുള്ള ഒരാളില്ലാത്തത്, സന്യാസി വിഭാഗത്തിൽ നിന്നില്ലാത്തത് നാം ചിന്തിക്കേണ്ടതാണ്. എന്തായിരുന്നു അവിടെ നടന്നത്? മാംസങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ബിരിയാണി ഉണ്ടാക്കി ആ ക്ഷേത്ര സമുച്ചയത്തിനോട് ചേർന്ന് കിട്ടുന്ന സ്ഥലത്ത് വിതരണം ചെയ്തു. 2-3 ചാനൽ തത്വമയി അടക്കം അത് കണ്ടുപിടിച്ചു, അത് ജനങ്ങളിലേക്ക് എത്തിച്ചു. ഡെയ്നി എന്ന് പറയട്ടെ, ആരായിരുന്നു അതിന് തടയിടേണ്ടത്? ആരായിരുന്നു അതിന് എതിർക്കേണ്ടിയിരുന്നത്? ആ ഭാഗത്ത് നിന്ന് എന്നെ അടക്കം വിളിച്ച്, ഞാൻ ആ ചാനലിൽ സംസാരിച്ച ആളാണ് ഇതിനെതിരായിട്ട്, വളരെ മോശമായി സംസാരിക്കുകയും അത് കേൾക്കേണ്ട ഗതികേട് നമുക്കുണ്ടാവുകയും ചെയ്തു. അധർമ്മം ഏത് ഭാഗത്തുനിന്ന് കണ്ടാലും, തെറ്റേത് ഭാഗത്തുനിന്ന് കണ്ടാലും, ഏത് ഭാഗത്തുണ്ടായാലും അതിന് പ്രതികരിക്കാൻ, പ്രതിഷേധിക്കാൻ ഏത് സമയത്ത് ഹിന്ദു തയ്യാറാവുന്ന സമയത്താണോ, ആ ഹിന്ദുത്വത്തിന് മാത്രമേ, അങ്ങനെ ചെയ്യുന്നവരെ മാത്രമേ ഹിന്ദു എന്ന് നാമധേയം ചെയ്യാൻ സാധിക്കൂ എന്ന് പറയാൻ ഞാൻ ഈ സമയത്ത് ആഗ്രഹിക്കുകയാണ്. കാരണം നിങ്ങളാരും പ്രതീക്ഷിക്കാത്തൊരു ഭാഗത്ത് നിന്ന് ഏതൊരാളുകളായിരുന്നോ ഈ സമാജത്തെ പിടിച്ചു നിർത്തിയിരുന്നത്, ഒരു കാലത്ത് ആ ഭാഗത്ത് നിന്നാണ് ഇതിനെ അനുകൂലിച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾ പരസ്യമല്ലെങ്കിലും രഹസ്യമായി ഉണ്ടായത്. എന്നെപ്പോലുള്ള ആൾക്കാരെയും ഈ ചാനലെയും വിമർശിച്ചതെന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഒരു വിഷവും കൂടാതെ ഞാനിത് പറയുമ്പം എനിക്കതിൽ ധൈര്യമുണ്ട്. കാരണം ഇത്തരം കാര്യങ്ങളെ എതിർത്ത് തോൽപ്പിച്ച് സത്യം പുറത്ത് വിളിച്ചു പറയുന്ന ഒരു സമൂഹത്തിൽ നിന്നാണ് എന്നെപ്പോലുള്ള ആൾക്കാർ വളർന്നു വന്നത് എന്നുകൊണ്ട് തന്നെ. അടുത്തത്, ഇതേപോലെ തന്നെ ഈ പ്രവർത്തനം ഏറ്റവും പുതിയ മേഖലയിലേക്ക് ഞങ്ങൾ എത്തിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഇപ്പം തന്നെ നടത്തുന്നുണ്ട്. വെറും ഒരു സമ്മേളനം മാത്രമല്ല, വേദന അനുഭവിക്കുന്ന, യാതന അനുഭവിക്കുന്ന, കഷ്ടപ്പെടുന്ന, കണ്ണീരൊഴുക്കുന്ന ജനവിഭാഗം നമ്മളിടയിലുണ്ട്. ന ഹിന്ദു പതിതോ ഭവേത്, ഈ മുദ്രാവാക്യം വിളിച്ച സന്യാസി ശ്രേഷ്ഠന്മാരാണെന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് വിശ്വേശ്വരചൈതന്യ സ്വാമിജികൾ ആളുകളുടെ മുമ്പിൽ പരമപൂജ്യനെ ഗുരുജിയെ സാക്ഷ്യം നിർത്തിക്കൊണ്ട് അന്ന് വിളിച്ചു പറഞ്ഞതാണ് ന ഹിന്ദു പതിതോ ഭവേത്, ഹിന്ദവ സോദര സർവേ. ഇതാണ് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്ന പരമോന്നതമായ മുദ്രാവാക്യം. ഒരു ഹിന്ദും പതിതനാകരുത്. അവരെ ഉയർത്തിക്കൊണ്ടുവരണം, അവരെ ശ്രേഷ്ഠന്മാരാക്കണം, അവരെ വേദനകളൊപ്പണം, അവരെ കഷ്ടപ്പാടുകൾ പങ്കാളികളാക്കണം, അവരെ കുടിലിലേക്ക് ഇറങ്ങിച്ചെല്ലണം, അവരുടെ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം, അവരുടെ എച്ചിലിൽ കൂടെ നിന്ന് കഴിക്കാൻ തയ്യാറാകണം. ഇതാണ് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാട്. അതുകൊണ്ട് ആ മഹത്തായ ആദർശത്തിന് വേണ്ടി, ആ മഹത്തായ ജീവിതത്തിന് വേണ്ടി, ആ മഹത്തായ സന്ദേശത്തിന് വേണ്ടി നമ്മളെല്ലാവരും ഞങ്ങളോടൊപ്പം ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കട്ടെ. ജയ് ഹിന്ദു ധർമ്മ. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്.
തീർത്ഥയാത്ര.com, അയൺ ബിൽഡ്, ഗുജറാത്ത്. PRS ഹോസ്പിറ്റൽ, കിള്ളിപ്പാലം, തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.